It's a great day to announce that കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു മലയാള ഫിലിം ചെയ്യാൻ പോവുകയാണ്. I'm super excited. 20 വർഷത്തിന് ശേഷം നായകന്മാരായി വീണ്ടും ഒന്നിക്കാൻ ഒരുങ്ങുകയാണ് ശോഭനയും മോഹൻലാലും. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് വെള്ളിത്തിരയിലെ എവർഗ്രീൻ ഹിറ്റ് ജോഡി വീണ്ടും ഒന്നിക്കുന്നത്. ഇരുവരും ഒന്നിക്കുന്ന 56ാമത്തെ ചിത്രമാണിത്. മലയാളികളുടെ പ്രിയപ്പെട്ട താരജോഡിയാണ് മോഹൻലാലും ശോഭനയും. നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച ഈ താരജോഡികൾ 55ഓളം സിനിമകളിലാണ് ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത്. ഏറ്റവും അവസാനം മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തിയ ചിത്രം 2009 പുറത്തിറങ്ങിയ സാഗർ എലിയാസ് ജാക്കി ആയിരുന്നുവെങ്കിലും 2004 പുറത്തെത്തിയ മാമ്പഴക്കാലത്തിലാണ് നായികന്മാരായി അവസാനമായി ഇരുവരും ഒന്നിച്ച് അഭിനയിച്ച ചിത്രം. നേരത്തെ അനൂപ് സത്യൻ സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രത്തിൽ ഇരു ജോഡികളും വീണ്ടും ഒന്നിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ വർഷങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇരുവരും ഒന്നിച്ചെത്തുകയാണ് തരുൺ മൂർത്തി ചിത്രത്തിലൂടെ. ഒരുമിച്ചുള്ള സിനിമ വന്നിരിക്കുകയാണെന്ന് ശോഭന തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. കുറേ വർഷങ്ങൾക്ക് ശേഷം താൻ ഒരു മലയാളം സിനിമ ചെയ്യാൻ പോവുകയാണ്. താൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. തരുൺ മൂർത്തിയാണ് സംവിധായകൻ. നിർമ്മാതാവ് രജപുത്ര രഞ്ജിത്താണ്. ആരാണ് ഹീറോ എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ എന്നും ശോഭന ചോദിക്കുന്നു. മോഹൻലാലാണ് നായകൻ. അദ്ദേഹത്തിന്റെ 360ാമത്തെ ചിത്രമാണ്. പക്ഷേ ഇത് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന 56ാമത്തെ ചിത്രമാണ്. എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുമെന്നാണ് കരുതുന്നതെന്നും ശോഭന പറയുന്നു. മിന്നാരം, തേന്മാവിൻ കൊമ്പത്ത്, TP ബാലഗോപാലിന്റെ പവിത്രം, മായാമയൂരം, ഉള്ളടക്കം, ശ്രദ്ധ, പക്ഷേ, വെള്ളാനകളുടെ നാട് തുടങ്ങി നിരവധി മനസ്സിൽ നിന്നും ഒരിക്കലും മറക്കാനാകാത്ത കഥാപാത്രങ്ങളും മുഹൂർത്തങ്ങളും ഒക്കെ ഇരുവരും ഒരുമിച്ച് മലയാളി സിനിമ പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുണ്ട്. മോഹൻലാലും ശോഭനയും ഒരുമിച്ച് തരുൺ മൂർത്തി സംവിധാനം ചെയ്ത സിനിമയിൽ എത്തുന്നു എന്നത് മലയാളികൾക്ക് വലിയ പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. അതേസമയം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു പരിപാടിയിൽ ശോഭനയ്ക്കൊപ്പം അഭിനയിക്കാനുള്ള ആഗ്രഹം മോഹൻലാൽ തന്നെ പങ്കുവച്ചിരുന്നു. അതിലുള്ള മറുപടിയും ശോഭന അതേ വേദിയിൽ പങ്കുവച്ചു. 120 നായികമാർക്കൊപ്പമൊക്കെ താൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഹീറോയിനാണ് ശോഭന എന്നാണ് മോഹൻലാൽ ഒരിക്കൽ മഴവിൽ മനോരമ എന്റർടൈൻമെന്റ് അവാർഡ് ചടങ്ങിൽ വെച്ച് പറഞ്ഞത്. തങ്ങൾ ഒരുമിച്ച് 55 സിനിമകളോ മറ്റോ അഭിനയിച്ചിട്ടുണ്ട്. വീണ്ടും സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിച്ചാൽ വരില്ലേ എന്നായിരുന്നു മോഹൻലാൽ അന്ന് ശോഭനയോട് ചോദിച്ചത്. അതിന് മറുപടിയായി തന്നെ ആരും വിളിച്ചില്ലല്ലോ എന്നാണ് ശോഭന അന്ന് പറഞ്ഞത്. ശോഭനയുടെ അവസാനത്തെ സിനിമ പോലും മലയാളികൾ ഏറെ സ്നേഹത്തോടെയാണ് ഏറ്റെടുത്തതെന്നും നമ്മുടെ രാജ്യത്ത് തന്നെ അവിശ്വസനീയമാം വിധം അഭിനയിക്കുന്ന നടിയാണ് ശോഭനയെന്നുമാണ് മോഹൻലാൽ പറഞ്ഞത്. അതേസമയം ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രശസ്തി നേടിയ സംവിധായകനാണ് തരുൺ മൂർത്തി. മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള പുരസ്കാരവും സൗദി വെള്ളയ്ക്കയ്ക്ക് ലഭിച്ചിരുന്നു. 53ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ പ്രദർശിപ്പിച്ച സൗദി വെള്ളയ്ക്ക ICFI യുനെസ്കോ ഗാന്ധി മെഡൽ അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ബിനു പപ്പുവിന്റെ തിരക്കഥയിൽ മറ്റൊരു സിനിമയും തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്നുണ്ട്. ഇതിനൊപ്പമാണ് താൽക്കാലികമായി L360 എന്ന് പേരിട്ടിരിക്കുന്ന മോഹൻലാൽ ചിത്രത്തിൽ ശോഭനയും അഭിനയിക്കുന്നുവെന്ന സന്തോഷം പങ്കുവച്ചത്. ചിത്രത്തിൽ ഒരു ടാക്സി ഡ്രൈവറായാണ് മോഹൻലാൽ എത്തുന്നത്. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ എന്ന സിനിമയിലാണ് മോഹൻലാൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ആശീർവാദ് സിനിമാസിനൊപ്പം തമിഴിലെ പ്രമുഖ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് എമ്പുരാൻ നിർമ്മിക്കുന്നത്. 2019 പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ 2ാം ഭാഗമാണ് എമ്പുരാൻ. വലിയ മുതൽ മുടക്കിലൊരുങ്ങുന്ന എമ്പുരാൻ ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ നോക്കിക്കാണുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.